PV അൻവറിന് നിരുപാധികമായ പിന്തുണയാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഭരണകൂട ഭീകരതയാണ് എന്ന് UDFന്റെ നേതാക്കൾ ഇന്നലെ രാത്രി മുതൽ പറയുന്നുണ്ട്. അൻവറിന് പതുക്കെ UDF വാതിൽ തുറക്കുന്നതിന്റെ സൂചനയായി ഇത് കാണാമോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നേതാക്കന്മാരൊക്കെ പറഞ്ഞത് അത് UDF ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിലെ പ്രാമുഖ്യം നൽകിയത് അധികം ഉയർത്തിപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ വളരെ വർഷങ്ങളായി ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു വിഷയമാണിത്. മലയോര മേഖലയിൽ വന്യജീവികളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം എന്ന് കർഷകർ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. നിലവിലുള്ള നിയമത്തിൽ തന്നെ ഇളവ് വരുത്തണം എന്ന രീതിയിൽ വലിയ തോതിൽ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ കർക്കശമായ രീതിയിൽ പുതിയ ഒരു വനം ഭേദഗതി നിയമം വരുന്നത്. ആ നിയമം വരുന്നതോടുകൂടി സ്വാഭാവികമായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ആളുകളെ കസ്റ്റഡിയിലെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്കെതിരിൽ കേസെടുക്കാനും ഒക്കെ അധികാരം ലഭ്യമാകുന്ന വിധാനത്തിലേക്ക് ഉയരുകയാണ്. ഇത് വളരെ ഒരുപക്ഷെ അവർക്ക് ആരെയാണോ തോന്നുന്നത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാം എന്ന് മാത്രമല്ല, ഒരു പുഴയിൽ നിന്നും മത്സ്യം പിടിക്കാൻ പോലും അവിടെയുള്ള മനുഷ്യർക്ക് അവകാശമില്ലാത്ത, ആദിവാസിക്ക് പോലും അവകാശമില്ലാത്ത വിധം ഒരു നിയമം വരാൻ പോവുകയാണ്. ഈ നിയമം വരുന്നതിനിടയിലാണ് കേരളത്തിൽ വനം നിയമ ഭേദഗതി നിശ്ചിതമായ ചർച്ചകൾക്ക് വിധേയമാകേണ്ട ഒരു കാര്യമാണ്. തർക്കമില്ല. നിയമനിർമ്മാണ സഭയിൽ അതിന്റെ നെല്ലും പതിരും വേർതിരിക്കേണ്ടതുമാണ്. ഇപ്പോ സംസ്ഥാന സർക്കാർ വനം നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഇവിടെ DFOയുടെ ഓഫീസ് അടിച്ചു പൊളിച്ചിട്ട് കാര്യമുണ്ടോ? അതാണോ ചെയ്യേണ്ടത്? അല്ല, DFOയുടെ ഓഫീസ് അടിച്ചു പൊളിച്ചു എന്നതല്ലല്ലോ. ഒരു സമരം നടന്നു, ശരിയാണ്. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിനിടയിൽ സ്വാഭാവികമായും അണികൾക്കിടയിൽ നിന്ന് ചില അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് ഞാനൊക്കെ നിയമസഭാ സാമാജികനായി നോക്കിയിരിക്കുമ്പോഴാണ് അത് തല്ലി തകർക്കുന്ന, ഒരിക്കലും തന്നെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടായത്. സ്പീക്കറുടെ ചെയറെടുത്ത് താഴേക്കിടുക, കമ്പ്യൂട്ടർ വലിച്ച് താഴേക്ക് വലിച്ചെറിയുക എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ചില മന്ത്രിമാർ ഡെസ്കിൽ കയറി നൃത്തം ചവിട്ടി അതടക്കം അടിച്ചു വീഴ്ത്തുന്ന സാഹചര്യങ്ങൾ അന്നുണ്ടായി. ഇങ്ങനെ വലിയ അതിക്രമം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് രാജ്യത്ത് മുഴുവൻ എല്ലാവരും കാണുകയുണ്ടായിട്ട് പോലും ആ അതിക്രമത്തിൽ പോലും ഒരു ഗവൺമെന്റ് എടുത്ത സമീപനം എന്താണ്? അന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഏതെങ്കിലും 5 MLA ഇതിൽ പ്രതികളാണ്. ഏതെങ്കിലും MLA വീടുകളിലേക്ക് വലിയൊരു പോലീസ് സന്നാഹത്തെ അയച്ച് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതി ആവിഷ്കരിച്ചിട്ടില്ല. കാരണം അവർ ചെയ്ത തെറ്റുണ്ട്. നിങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്, വളരെ ഗുരുതരമായ തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറയുന്ന രീതിയാണ് സ്വീകരിച്ചത്. എന്നാൽ ഇതങ്ങനെയല്ലല്ലോ. ഇത് ഏതോ ഒരു ഭീകരവാദിയെ പിടികൂടാൻ പോകുന്നത് പോലെ അർദ്ധരാത്രി വീട് നൂറുകണക്കിന് പോലീസുകാര് വളഞ്ഞ് ഒരു ജനപ്രതിനിധിയെ കൊണ്ടുവരുന്ന ആ കാഴ്ചയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. കാരണം നമുക്കൊരു നിയമം അവിടുത്തെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാകണമെന്നോ ഒരു നിർദ്ദേശം കൊടുത്തിട്ട് അത് കേൾക്കാതെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതി സ്വീകരിക്കുന്ന വെച്ചാൽ തകരാറില്ല. പക്ഷെ ഞങ്ങൾക്കെതിരായി ശബ്ദിക്കുന്നവർക്ക്, ഞങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നവർ, ഞങ്ങൾ രാജ്യത്ത് നിയമം കൊണ്ടുവന്നാൽ ആ നിയമം നടപ്പാക്കാൻ അതിനെതിരിൽ ഒരു പ്രതിഷേധം ഉയർത്തിയാൽ ആ പ്രതിഷേധത്തെയൊക്കെ ഒരു ധിക്കാരത്തിന്റെ ഭാഷയിൽ അടിച്ചമർത്തും എന്ന് പറയുന്ന രീതിയോടാണ് ഞങ്ങൾ വിയോജിക്കുന്നത്. ആ വിയോജിപ്പാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. കേരളത്തിലെ ഘടകകക്ഷികൾ പ്രകടിപ്പിച്ചതെന്നുള്ളതാണ്. ശരി, അടുത്താണ് ഞാൻ അങ്ങേക്ക് വരാം.